അസ്സലാമു അലൈക്കും. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട്. പക്ഷേ അതിനു മുൻപ് ചില അടയാളങ്ങൾ നമുക്ക് കാണാം. ചിലർക്ക് രോഗമായിരിക്കും, ചിലർക്ക് ആത്മീയമായ അനുഭവങ്ങൾ, മറ്റു ചിലർക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ മരണം വന്നേക്കാം. പക്ഷേ ഏറ്റവും വലിയ അടയാളം എന്താണ്? സമയം. കാലം മുന്നോട്ടു പോകുന്തോറും നിന്റെ പ്രായം കൂടുമ്പോൾ യഥാർത്ഥത്തിൽ നീ മരണത്തോടടുക്കുകയാണ്. നര, വാർദ്ധക്യം, ശരീരത്തിന്റെ ദൗർബല്യം ഇവയൊക്കെ അടയാളങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ചികിത്സയുണ്ട്, പക്ഷേ രണ്ട് കാര്യങ്ങൾക്ക് മാത്രം ഒരു മരുന്നുമില്ല: മരണവും വാർദ്ധക്യവും. ഈ ലോകം തന്നെ ഒരു ദിവസം അവസാനിക്കും. അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നു, ഈ ലോകത്തിലെ എല്ലാം നശിക്കും, അവന്റെ സാന്നിധ്യം മാത്രം ശേഷിക്കും. ആകാശവും ഭൂമിയും മാറ്റപ്പെടും, പുതിയ ഒരു ലോകം സൃഷ്ടിക്കപ്പെടും. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ രണ്ട് തരത്തിലാണ്: ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. ചെറിയ അടയാളങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം തന്നെ അതിലൊരു അടയാളമാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യർ ഈ അടയാളങ്ങൾ മറന്ന് ഭ്രമങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അന്തിമനാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. പക്ഷേ മനുഷ്യർ അവരുടെ ഭ്രമങ്ങളിൽ മുഴുകി അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. അവർ കളിക്കുന്നു, വിനോദങ്ങളിൽ മുഴുകുന്നു, തെറ്റായ പ്രതീക്ഷകളിൽ മനസ്സിനെ ലയിപ്പിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും അവരെ ശ്രദ്ധിച്ചില്ല. അല്ലാഹു പറഞ്ഞു, അവരെ വിട്ടേക്കൂ, അവർ കഴിക്കട്ടെ, കളിക്കട്ടെ, അവരുടെ തെറ്റായ പ്രതീക്ഷകൾ അവരെ വഴിതെറ്റിക്കട്ടെ. പക്ഷേ ഒരു ദിവസം യാഥാർത്ഥ്യം അവരെ മുഖാമുഖം നേരിടും. ആ ദിവസം ആരും ഓടിപ്പോകാൻ പറ്റാത്ത ഒരു നിമിഷമായിരിക്കും. ലോകം അവസാനിക്കുമ്പോൾ ഭൂരിഭാഗം മനുഷ്യരും അവരുടെ ഭ്രമങ്ങളിൽ, അവരുടെ തെറ്റായ ലോകത്ത് മുഴുകിയിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അവരെ പിടികൂടും. അതിനു മുൻപ് നമുക്കുണരാം, ഈ അടയാളങ്ങൾ തിരിച്ചറിയാം, നമ്മുടെ ജീവിതം ശരിയായ പാതയിലേക്ക് തിരിച്ചുവിടാം.